മുന്നേ ഡാൻസ് ഒരുപാട് കളിച്ചിട്ടുണ്ടെങ്കിലും ഗുരുവായൂർ ചെയ്യണം എന്ന് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. അത് നമ്മൾ പറയില്ലേ, നമ്മൾ ചിലപ്പോൾ മറന്നാലും ഭഗവാൻ ഒരിക്കലും മറക്കില്ല എന്ന്. അത് ചില ആഗ്രഹങ്ങൾ അതുപോലെ എനിക്ക് തോന്നിയത്. അപ്പോൾ ഈ ഒരു ആഗ്രഹം സാധിച്ചതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം. ഗുരുവായൂരപ്പനോട് എത്ര നന്ദി പറഞ്ഞാലും, അതുപോലെ തന്നെ ടീച്ചറിനോടും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. കുഞ്ഞുങ്ങളും ട്വിൻസ് ഒക്കെ ആയോണ്ട് ടൈം കിട്ടുന്നില്ല, ഡ്യൂട്ടി ഉണ്ട്, പിന്നെ എല്ലാം അങ്ങനെയായിരുന്നു. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം ഈ 2 ബേബീസിനെ വെച്ചിട്ട് ഡ്യൂട്ടി, അതിനിടക്ക് വീട്ടിലെ കാര്യങ്ങള്, അതിനിടയ്ക്ക് ഇവളിത് ചെയ്തെന്ന് പറയുന്നത് സത്യം പറഞ്ഞാല് നമുക്ക് ചിന്തിക്കുന്നതിലപ്പുറമാണ്. പൊതുവേ ഡാൻസ് വീഡിയോസ് നോക്കാറുണ്ട്. അപ്പോ ഞാൻ പഠിച്ചിട്ടുള്ളതുകൊണ്ട് എനിക്ക് ഇഷ്ടമാണ് കാണാൻ. അങ്ങനെ ഞാൻ ഒരു ദിവസം മാമിന്റെ വീഡിയോ കണ്ടപ്പം ഇങ്ങനെ അരങ്ങേറ്റം ഗുരുവായൂരിൽ ചെയ്തതായിട്ട് കണ്ടു. അപ്പൊ അങ്ങനെ അതിനകത്ത് നമ്പർ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ കോണ്ടാക്ട് ചെയ്തത്. എനിക്ക് ഗുരുവായൂർ ചെയ്യണം എന്നുള്ളത് കുറെ നാളായിട്ടുള്ള ആഗ്രഹം. ചെറുപ്പത്തിൽ അരങ്ങേറ്റമൊക്കെ ചെയ്തിട്ടുണ്ട്. കുഞ്ഞിലെ ഞാൻ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോ വീണ്ടും ഇപ്പം കുഞ്ഞുങ്ങളൊക്കെ അതിന് ശേഷമാണ് വീണ്ടും ഒന്നുകൂടെ ഭഗവാന്റെ മുന്നിൽ അതെ, അത് കുഞ്ഞിലുള്ള ആഗ്രഹമായിരുന്നു. പക്ഷെ പിന്നീട് നടക്കുമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. വീഡിയോ കണ്ടപ്പോ എനിക്ക് തോന്നി മാമിനെ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കാം. ഞങ്ങളിപ്പോൾ ഉള്ളത് ഗുരുവായൂരാണ്. എൻ്റെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ അരങ്ങേറ്റം ബുക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ്. നമുക്ക് ജൂൺ മാസത്തിൽ ഒരു സ്ലോട്ട് കിട്ടിയിട്ടുണ്ട്. ഈ പ്രാവശ്യം നമുക്ക് ഉച്ചയ്ക്കായിട്ടാണ്. ഇപ്പോൾ 1 മണിക്കൂറാണല്ലോ നമുക്ക് സ്റ്റേജുകളുള്ളൂ. അപ്പോൾ 1:10 ഒരു സ്റ്റേജാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് 2:10 വരെ 1 മണിക്കൂർ എന്നുള്ള രീതിയിലാണ് കിട്ടിയിരിക്കുന്നത്. എൻ്റെ അടുത്ത് ഓൺലൈനായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്. നഴ്സായിട്ട് അയർലൻഡിൽ വർക്ക് ചെയ്യാണ്. നിമിഷ എന്നാണ് പേര്. ജൂണിലോട്ടാണെച്ചാൽ നമ്മൾ പൊതുവെ ഏപ്രിൽ മെയ് മാസത്തിലോട്ടാണ് നല്ല തിരക്ക് തോന്നാറുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സിനി എന്നുള്ള ചേച്ചിടേന് വന്നപ്പോൾ 100-ൽ കൂടുതൽ പേരൊക്കെ ഉണ്ടായിരുന്നു അന്ന് ബുക്കിങ്ങിന് വേണ്ടിയിട്ട്. ഇന്നും അതേപോലെ ഒരു 30-ൽ കൂടുതൽ പേരൊക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ കിട്ടുമോ ഇല്ലേ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. എന്നാലും ഇന്നേവരേക്ക് ഞങ്ങൾ വന്നിട്ട് മടങ്ങിപ്പോവേണ്ടി വന്നിട്ടില്ല. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് ഈ പ്രാവശ്യം സ്ലോട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ തിരിച്ച് കോഴിക്കോട്ടേക്ക് പോവുകയാണ്. ഇനി പ്രോഗ്രാമിനായിട്ട് വരണ്ട്. നമസ്കാരം, എൻ്റെ പേര് കലാമണ്ഡലം സുജിത സുധീഷ്. ഇന്ന് നമ്മളൊരു അരങ്ങേറ്റം വീഡിയോ ആയിട്ടാണ് വരുന്നത്. എൻ്റെ അടുത്ത് ഓൺലൈനായിട്ട് പഠിക്കുന്ന നേഴ്സായിട്ട് അയർലൻഡിൽ വർക്ക് ചെയ്യുന്ന നിമിഷ എന്നൊരു കുട്ടിയുടെ അരങ്ങേറ്റമാണ്. നമ്മൾ ഈ പ്രാവശ്യം ഓർക്കസ്ട്ര ടീം ഇല്ലാതെ ആണ് നമ്മൾ ഓഡിയോ വെച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കൃഷ്ണനെ നമ്മുടെ ഹാളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കൃഷ്ണൻ തന്നെയാണ്. അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്യുന്നത് ഞാനും എൻ്റെ കൂടെ അനുവും ഉണ്ട്. ഞങ്ങൾ 2 ആളും കൂടി ചെയ്യുന്നതൊന്ന് നമുക്ക് കണ്ടു നോക്കാം.
നമുക്ക് നിമിഷയുടെ റിഹേഴ്സലിന്റെ കുറച്ച് ഭാഗങ്ങളൊന്ന് കണ്ടു നോക്കാം. माधव मामवदेवा कृष्ण यादव कृष्ण यदुकुल कृष्ण माधव मामवदेवा कृष्ण यादव कृष्ण यदुकुल कृष्ण माधव मामव देवा कृष्ण यादव कृष्ण यदुकुल कृष्ण माधव मामव देवा अम्बुजलोचन कम्बुशुभग्रीव बिम्बाधर चन्द्रबिम्बानना अम्बुजलोचन कम्बुशुभग्रीव बिम्बाधर चन्द्रबिम्बानना चाम्बेयनासाग्र शारद चन्द्र जनित वदना चाम्बेयना साग्र लग्न सुमौक्तिक शारद चन्द्र जनित मदना माधव मामव देवा कृष्ण यादव कृष्ण यदुकुल कृष्ण माधव मामव देवा कृष्ण നമുക്ക് കുറച്ചു നേരം നിമിഷയോട് സംസാരിച്ചതിന്റെ ചെറിയ ഭാഗങ്ങൾ കാണാം. ഇന്ന് ഞാനുള്ളത് ഗുരുവായൂരാണ്. എൻ്റെ ഒരു സ്റ്റുഡൻറ്റിന്റെ അരങ്ങേറ്റാണ്. അപ്പോൾ നമുക്ക് ആ കുട്ടീനെ ഒന്ന് പരിചയപ്പെടാം. പേരെന്തായിരുന്നു? പേര് നിമിഷ ശ്രീകുമാർ. നിമിഷ എന്തായിട്ടാ വർക്ക് ചെയ്യുന്നത്? ഞാൻ നേഴ്സായിട്ട് അയർലൻഡിലാണ് വർക്ക് ചെയ്യുന്നത്. അയർലൻഡിലാണ്. ഫാമിലി അവിടെ? ഫാമിലി ഹസ്ബൻഡ് കുട്ടികൾ അവിടെയാണ്. കുട്ടികള് ചെറിയ കുട്ടികളാ? 2 കുട്ടികള് ട്വിൻസ് ആണ്. വരലക്ഷ്മി വേദലക്ഷ്മി. ഹസ്ബൻഡ് ശ്രീകുമാർ. നിമിഷ എങ്ങനെയാ, യൂട്യൂബ് കണ്ടിട്ടാണോ അതോ ഇൻസ്റ്റാഗ്രാം കണ്ടിട്ടാണോ നമ്മുടെ ചാനലിലോട്ട് എങ്ങനെയാ കണ്ടിട്ടാ? ഞാൻ ഒരു ദിവസം ഇങ്ങനെ സാധാരണ നമ്മള് നോക്കൂലോ യൂട്യൂബില്, ഞാൻ പൊതുവെ ഡാൻസ് വീഡിയോസ് നോക്കാറുണ്ട്. അപ്പോ ഞാൻ പഠിച്ചിട്ടുള്ളതുകൊണ്ട് എനിക്ക് ഇഷ്ടമാണ് കാണാൻ. അങ്ങനെ ഞാൻ ഒരു ദിവസം മാമിന്റെ വീഡിയോ കണ്ടപ്പം ഇങ്ങനെ അരങ്ങേറ്റം ഗുരുവായൂരില് ചെയ്തതായിട്ട് കണ്ടു. അപ്പൊ അങ്ങനെ അതിനകത്ത് നമ്പർ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ കോണ്ടാക്ട് ചെയ്തത്. എനിക്ക് ഗുരുവായൂർ ചെയ്യണം എന്നുള്ളത് കുറെ നാളായിട്ടുള്ള ആഗ്രഹം. ചെറുപ്പത്തിൽ അരങ്ങേറ്റമൊക്കെ ചെയ്തിട്ടുണ്ട്. കുഞ്ഞിലെ ഞാൻ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോ വീണ്ടും ഇപ്പം കുഞ്ഞുങ്ങളൊക്കെ അതിന് ശേഷമാണ് വീണ്ടും ഒന്നുകൂടെ ഭഗവാന്റെ മുന്നിൽ അതെ, അത് കുഞ്ഞിലുള്ള ആഗ്രഹമായിരുന്നു. പക്ഷെ പിന്നീട് നടക്കുമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. വീഡിയോ കണ്ടപ്പോ എനിക്ക് തോന്നി മാമിനെ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കാം.
അപ്പോ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് വലിയൊരു അനുഗ്രഹമായിരിക്കും. അങ്ങനെ നമ്മള് പിന്നെ നിമിഷ കുറച്ച് പഠിച്ചിട്ടുണ്ട് പറഞ്ഞുകൊണ്ട് സ്റ്റെപ്പുകളായിട്ടല്ല, നേരിട്ട് അങ്ങനെ ഐറ്റം പഠിപ്പിച്ച് ഇവിടെ വന്ന് ചെയ്യണം പറഞ്ഞുകൊണ്ട് അങ്ങനെ നേരിട്ട് ഐറ്റം പഠിച്ചിട്ട് അങ്ങനെ ചെയ്യണ്ട് അല്ലെ. നമ്മളിപ്പോ എത്ര ഐറ്റാ ചെയ്യുന്ന? 4 ഐറ്റാണ്. ഞാൻ ഇതിനു മുന്നേ വേറെ 2 കൂടെ 6 ഐറ്റത്തോളം പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഇപ്പം 4 നമ്മള് ചെയ്യണത്. അപ്പൊ ഏതൊക്കെയാണ്? ഗണപതി സ്തുതി, തോടയം, പിന്നെ കുഴലൂതി മനമെല്ലാം, അതേപോലെ പിന്നെ ദുർഗ, അങ്ങനെ 4 അപ്പോ നിമിഷയാണ് നമ്മുടെ അടുത്ത് നിമിഷയുടെ വിവരങ്ങളൊക്കെ പറഞ്ഞത്. അപ്പൊ ഇന്നിപ്പോ നമ്മള് റിഹേഴ്സലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിമിഷയുടെ ചെറിയ ചെറിയ തെറ്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമ്മള് ഇതുവരെ ഫോണിലൂടെ മാത്രം കണ്ടിട്ടല്ലേ ഉള്ളൂ, ഇപ്പോഴല്ലേ നേരിട്ട് കണ്ടിട്ടുള്ള ചെയ്യുന്നത്. അപ്പൊ ഇനിയിപ്പോ എന്തായാലും നാളെ അരങ്ങേറ്റത്തിനായിട്ട് ഗുരുവായൂരപ്പന്റെ മുന്നിൽ അങ്ങനെ കളിക്കുന്നത് കാണാം. നമ്മള് നിമിഷയ്ക്കായിട്ട് വാങ്ങിച്ചിട്ടുള്ള സാരി ഒന്ന് നമുക്ക് കണ്ടു നോക്കാം. നമുക്ക് നിമിഷയുടെ സാരി ഒന്ന് കാണാം. നമ്മൾ എല്ലാ പ്രാവശ്യവും വാങ്ങിക്കുന്ന പോലെ നമ്മൾ കല്യാണിൽ നിന്ന് തന്നെയാണ് വാങ്ങിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് സാരി ഒന്ന് നോക്കാം. നിമിഷ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നിമിഷയ്ക്ക് ഒരു ബ്രൗണും ക്രീമൊക്കെ ആയിട്ടുള്ളൊരു സാരി വേണമെന്നായിരുന്നു. നമ്മളിത് നിമിഷേനെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടുള്ളതാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതിൽ ചെറിയ എന്താ പറയുക, നമ്മൾ ഇന്നേവരേക്ക് എടുക്കാത്ത സാരികളിൽ നിന്ന് ചെറിയൊരു മാറ്റം, ചെറിയ ബട്ടർഫ്ലൈ ഒക്കെ ആയിട്ടുള്ളൊരു മോഡലാണ്. പിന്നെ ഇതിൻ്റെ മുന്താണി കാര്യങ്ങളൊക്കെ വരുന്നത്, നമ്മുടെ ബ്ലൗസ് എല്ലാം വരുന്ന ഭാഗം ബ്രൗണിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഒരു ക്രീമും ബ്രൗണും ആയിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിമിഷേനെ നമ്മൾ വീഡിയോ കോൾ ചെയ്തിട്ട് കാണിച്ചു കൊടുത്ത് ഇത് മതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുത്ത സാരിയാണ്. ഇനി നമുക്ക് അത് സ്റ്റിച്ച് ചെയ്ത് ഭരതനാട്യം മോഡലിലായിട്ടുള്ളതൊന്ന് കണ്ടു നോക്കാം. നമുക്ക് നിമിഷയ്ക്ക് നമ്മൾ സാരി കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് ഭരതനാട്യം കോസ്റ്റ്യൂമായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് കണ്ടു നോക്കാം. ഇതാണ് വരുന്നത്. അപ്പോൾ നിമിഷയ്ക്ക് ഇഷ്ടപ്പെട്ട കളറ് നമ്മൾ ചോദിച്ചിട്ട് അങ്ങനെ നമ്മൾ സാരി കല്യാണിൽ നിന്ന് എടുത്താണ്, കാഞ്ചീപുരം തന്നെയാണ്. അപ്പോൾ ഇത് ക്രീം കളറും അങ്ങനെ ബ്രൗണും ആയിട്ട് വേണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലൗസ് വരുന്നത്. ഇത് നമ്മുടെ ചെറിയ ഫാനായിട്ട് നമ്മുടെ പാൻറ്റിൻ്റെ ഫ്രണ്ടിലോട്ട് വരുന്നതാണ്. ഇത് വരുന്നത് ഫ്രണ്ടിലോട്ട്, ബ്ലൗസിൻ്റെ ഫ്രണ്ടിലോട്ടായിട്ട് വരുന്നതാണ്. ഞാനൊന്നും നിവർത്തുന്നില്ല ഒക്കെ. പിന്നെ ഈ പ്രാവശ്യത്തെ ഈ സാരിക്കൊരു പ്രത്യേക ചന്തമുണ്ട് കാണാൻ. അതിലൊരു ബട്ടർഫ്ലൈ ഒക്കെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ചില ഭാഗങ്ങളിൽ അത് നല്ല ഭംഗിയിൽ പാൻറ്റിലൊക്കെ നല്ല ചന്തത്തിൽ കാണാനുണ്ട്. ഇതിലിങ്ങനെ തുണി ഇങ്ങനെ ചേർത്ത് വെച്ചുകൊണ്ടൊക്കെ ആയിരിക്കാം. പാൻറ്റിൽ കുറച്ചും കൂടി നന്നായിട്ട് കാണുന്നുണ്ട്. നല്ല ഭംഗിയുള്ളൊരു സാരി ആയിരുന്നു. ഇത് നമ്മുടെ ബാക്ക് സീറ്റായിട്ട് ഇവിടെയാണ് കുറച്ചും കൂടി ബട്ടർഫ്ലൈ ഒക്കെ കാണാനുണ്ട്. നമുക്ക് ബാക്ക് സീറ്റായിട്ട് വരുന്നതാണ്. ഇതാണ് പാൻറ്. ഒരു ക്രീം കളറാണ് പാൻറ് വന്നിരിക്കുന്നത്. ആൾക്ക് ക്രീമും ബ്രൗണും എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെ എടുത്തത് തന്നെയാണ്. അത് കാണാണ്ടല്ലോ ചെറിയൊരു ബട്ടർഫ്ലൈ ഒക്കെ വന്നിട്ട്. നമ്മൾ ഇന്നേവരേക്ക് എടുത്ത സാരികളിൽ നിന്നൊരു ചെറിയൊരു മാറ്റമുണ്ട്. കാണാൻ നല്ല ഭംഗി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ടാണ് ഒരു സാരിയിൽ ഇങ്ങനെ ബട്ടർഫ്ലൈ ഒക്കെ വന്നിട്ടുള്ള എടുത്തിരിക്കുന്നത്. അപ്പം നല്ല ഭംഗി തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പം അടിച്ചിട്ടാലും നന്നാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇത് നമ്മുടെ പാൻറ്റിൻ്റെ ഫ്രണ്ടിലോട്ടുള്ളതാണ്. ഇതിലും ബട്ടർഫ്ലൈയും പിന്നെ നമ്മുടെ ബ്ലൗസിൻ്റെ കളറും എല്ലാം കൂടി വരുമ്പോൾ നല്ലപോലെ അരമണ്ടലൊക്കെ ഇരുന്ന് കളിക്കുമ്പോൾ നല്ല ചന്തം ഉണ്ടാവും കാണാനായിട്ട്. അപ്പോൾ ഇതാണ് നിമിഷയുടെ ഡ്രസ്സ് വരുന്നത്. നമുക്ക് നിമിഷയുടെ ഓർണമെന്റ്സും അതേപോലെ മൊമെന്റോയും എല്ലാം ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് നിമിഷയുടെ ഓർണമെന്റ്സ് ഒക്കെ ഒന്ന് നമുക്ക് കണ്ടു നോക്കാം. നമ്മളെല്ലാ പ്രാവശ്യവും പുതിയത് കാണുമ്പോൾ പുതിയ മോഡലായിട്ട് എടുക്കാറുള്ളത്. ഈ പ്രാവശ്യം അങ്ങനെ പുതിയ കുറച്ച് നമ്മൾ ഇതുവരെ വാങ്ങിക്കാത്ത മോഡൽ കണ്ടപ്പോൾ അതാണ് വാങ്ങിച്ചത്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം. ഇതാണ് നമ്മുടെ നിമിഷയുടെ ഓർണമെന്റ്സ് വരുന്നത്. നമ്മൾ ഓരോ പ്രാവശ്യം പുതിയത് കാണുമ്പോൾ അങ്ങനെയാണ് വാങ്ങിക്കാറുള്ളത്. അപ്പോൾ ഈ പ്രാവശ്യത്തെ നമ്മുടെ ഹെഡ്സെറ്റ് വരുന്നത് ഇങ്ങനെ ഒരു മോഡൽ കണ്ടപ്പോൾ നമ്മൾ പൊതുവേ കാണാത്തൊരു മോഡലാണ്. അപ്പോൾ അങ്ങനത്തെ വാങ്ങിച്ചത്. പിന്നെ നമ്മുടെ കമ്മലും അതിനുള്ള മാറ്റിയായിട്ടാണ് വരുന്നത്. അതും അതിനോട് മാച്ച് ചെയ്യുന്ന പൂവായിട്ടുള്ളത് തന്നെ കിട്ടിയപ്പോൾ അങ്ങനെ തന്നെ വാങ്ങിച്ചു. പിന്നെ ഇത് പുതിയൊരു മോഡൽ ബെൽറ്റാണ്, ലക്ഷ്മി ബെൽറ്റായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇതും നമ്മൾ ഇതുവരെ യൂസ് ചെയ്യാത്തൊരു സാധനമാണ്. അതിൽ മണിയൊക്കെ തൂങ്ങി നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. അപ്പോൾ അതാണ് പിന്നീട് എടുത്തത്. പിന്നെ നമുക്ക് നമ്മുടെ ചെറിയ നെക്ലസ് ആയിട്ട് വരുന്നതാണ്.
പിന്നെ തലയുടെ മേലെ നമ്മൾ ക്രൗൺ ആയിട്ട് ഇതിന് മാച്ച് ചെയ്യുന്ന ആ ഒരു റെഡ് കല്ലൊക്കെ അങ്ങനെ കണക്കാക്കിയിട്ട് എടുത്തതാണ് ഈ പ്രാവശ്യത്തത്. പിന്നെ വരുന്നത് നമ്മുടെ ലോങ് ചെയിന് ഇങ്ങനത്തെ ഒരു മോഡലാണ്. നമ്മൾ മുന്നേ കുട്ടികൾക്ക് എടുക്കാത്തൊരു മോഡലാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ലോങ് ചെയിൻ ആയിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളത് തലയുടെ മുകളിലോട്ടായിട്ട് നമ്മൾ മുടി കെട്ടി വെക്കുമ്പോൾ അതിൻ്റെ കൂടെ വെക്കുന്നതാണ്. പിന്നെ നമ്മൾ മോതിരം വാങ്ങിച്ചിട്ടുണ്ട്. മോതിരം 2-3 വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ നിമിഷയ്ക്ക് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള സെറ്റ് വരുന്നത്. നിമിഷയ്ക്ക് നമുക്ക് മുടി കെട്ടാനുള്ള സാധനങ്ങളൊന്നും നമുക്ക് കണ്ടു നോക്കണ്ട്. ഇതാണ് നമ്മൾ വാർമുടിയാണ്, വലിയ മുടിയാണ്. നമ്മളെല്ലാവർക്കും ഒരേപോലെ തന്നെ വാങ്ങിക്കുന്നതാണ്. പിന്നെ നമുക്കത് കെട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചരട് വേണം. പിന്നെ നമ്മൾ റിങ് ഇത് വെക്കാറില്ല, എന്നാലും നമ്മൾ വെറുതെ വാങ്ങിക്കുന്നതാണ്. അവർക്ക് പിന്നീട് വല്ലതിനും ഉപയോഗിക്കാമല്ലോ. പിന്നെ നമ്മൾ പൂ വാങ്ങിച്ചതാണ്. പിന്നെ അതിലോട്ട് നമുക്ക് സ്ലൈഡ് വേണം. പിന്നെ അതേപോലെ അത് യൂപിന്നാണ്. അതേപോലെ നമുക്ക് പിന്നെ ആവശ്യമുണ്ടല്ലോ, സേഫ്റ്റി പിന്നെ വേണം. പിന്നെ ഇതാണ് നമ്മൾ മുടീൻ്റെ താഴോട്ട് നമ്മൾ കുഞ്ചലായിട്ട് നമ്മുടെ വരുന്നത്. നമ്മൾ ഇതുപോലെ തന്നെയാണ് എല്ലാ പ്രാവശ്യവും വാങ്ങിക്കാറുള്ളത്. അതേ മോഡൽ തന്നെ കണ്ടപ്പോൾ അതന്നെ വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതെല്ലാമാണ് നമ്മൾ നിമിഷയ്ക്കായിട്ട് വാങ്ങിച്ചിട്ടുള്ളത്. നമ്മൾ നിമിഷയ്ക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ള ചിലങ്കൊന്ന് നമുക്ക് കണ്ടു നോക്കാം. 101 മണിയുള്ള ചിലങ്കയാണ് വാങ്ങിച്ചിരിക്കുന്നത്. 5 വരിയായിട്ട് വരുന്നതാണ്. ഈ പ്രാവശ്യം നമുക്ക് ഈ റെഡാണ് കിട്ടിയത്. ഇപ്പോൾ കളറ് വേറെ നീലയൊക്കെ ആയിട്ടൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം കിട്ടുന്നതിനനുസരിച്ചിട്ടാണ് വാങ്ങിക്കാറുള്ളത്. അപ്പോൾ ഈ പ്രാവശ്യം പോയപ്പോൾ അവിടെ ഈ ഷോപ്പിലുണ്ടായിരുന്ന ഇതായിരുന്നു. അപ്പോൾ നമ്മൾ ഇതാണ് വാങ്ങിച്ചത്. ഇതാണ് നമ്മൾ നിമിഷയ്ക്ക് കൊടുക്കുന്ന മൊമെൻറ്റോ. നമ്മളെല്ലാ പ്രാവശ്യവും കൊടുക്കാറുള്ളതാണ് നമ്മുടെ കുട്ടികൾക്ക്. സിംഗിളായിട്ട് കളിക്കുന്ന കുട്ടികളാകുമ്പോൾ നമ്മൾ കുറച്ച് വലുത് വാങ്ങിയിട്ട് കൊടുക്കാറുണ്ട്. പിന്നെ അതേപോലെ നമ്മൾ സർട്ടിഫിക്കറ്റ് കൊടുക്കാറുണ്ട് നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേരിൽ. അപ്പോൾ അത് അരങ്ങേറ്റം കഴിയുന്ന എല്ലാവർക്കും നമ്മൾ കൊടുക്കാറുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സർട്ടിഫിക്കറ്റ് വരുന്നത്. നമ്മളെല്ലാ പ്രാവശ്യവും നമ്മുടെ അടുത്ത് അരങ്ങേറ്റം ചെയ്യുന്ന കുട്ടികൾക്ക് നമ്മളൊരു നടരാജ വിഗ്രഹം കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ നിമിഷയ്ക്കായിട്ട് വാങ്ങിച്ചിട്ടുള്ള നടരാജ വിഗ്രഹമാണിത്. ഈ പ്രാവശ്യവും നമുക്ക് മനോജേട്ടനാണ് മേക്കപ്പിന് വന്നിരിക്കുന്നത്. അപ്പോൾ മേക്കപ്പിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടു നോക്കാം. ಮುದ್ದುಗಾರೆ ಯಶೋದ ಮುನ್ಕಿಡ ಮುತ್ಯಮು ಬೇಡು ದಿದ್ದರಾಣಿ ಮಹಿಮಲ ದೇವಗಿ ಸುದೋಡು. ಮುದ್ದುಗಾರೆ ಯಶೋದ ಮುನ್ಕಿಡ ಮುತ್ಯಮು ಬೇಡು ದಿದ್ದರಾಣಿ ಮಹಿಮಲ ದೇವಗಿ ಸುದೋಡು. ಮುದ್ದುಗಾರೆ ಯಶೋದ ಮುನ್ಕಿಡ ಮುತ್ಯಮು ಬೇಡು ದಿದ್ದರಾಣಿ ಮಹಿಮಲ ದೇವಗಿ ಸುತುಡು. ಮುದ್ದುಗಾರೆ నింత గొల్లేదల అరచేతి మాణిక్యము పంతమాడే
కంసుని పాలివజ్రము అంతనింత గొల్లేతల అరచేతి మాణిక్యము పంతమాడే కంసుని పాలివజ్రము కాంతుల మూడు లోకాల గరుడ పచ్చబూస కాంతుల మూడు లోకాల గరుడ పచ్చబూస చెంతల మాలోనున్న చిన్ని కృష్ణుడు చెంతల మాలోనున్న చిన్ని కృష్ణుడు చెంతల మాలోనున్న చిన్ని కృష్ణుడు ముద్దుగారే ముద్దుగారే యశోద మున్కిడ ముత్యము వేడు దిద్దరాని మహిమల దేవగీ సుధుడు ముద్దుగారే యశోద మున్కిడ ముత్యము వేడు దిద్దరాని మహిమల దేవగీ సుధుడు ముద్దుగారే యశోద మున్కిడ ముత్యము వేడు దిద్దరాని మహిమల దేవగీ సుతుడు ముద్దుగారే നമസ്കാരം, എന്റെ പേര് രേഷ്മ. ഈ വരുന്ന 5-ാം തീയതി ഗുരുവായൂർ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ അരങ്ങേറുന്ന നിമിഷയ്ക്കിന്റെ എല്ലാവിധ ആശംസകളും. വളരെ നന്നായിട്ട് അരങ്ങേറാൻ പറ്റട്ടെ, നന്നായി നൃത്തം ചെയ്യാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മേക്കപ്പ് എല്ലാം കഴിഞ്ഞ് നിമിഷ ഇനി സ്റ്റേജിലോട്ട് പോവുകയാണ്.
നിമിഷ ആദ്യം കളിക്കാൻ പോകുന്നത് ഗണപതി സ്തുതിയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. ശ്രീ ഗണേശ ശരണം, ശ്രീ ഗണേശ ശരണം ഗജാനന, ശ്രീ ഗണേശ ശരണം ഗജാനന, ശ്രീ ഗണേശ ശരണം ഗജാനന, ദേവർ മുനിവർ പണിയും ദയാപര, ശ്രീ ഗണേശ ശരണം ഗജാനന, ദേവർ മുനിവർ പണിയും ദയാപര, നാഗാഭരണനേ നാൽമുறை போற்றும் நமனே பரமரூபனே ஜய, ஸ்ரீ கணேச சரணம் கஜானன, தேவர் முனிவர் பணியும் கஜானன, பாதம் நம்பும் ராம ராச வரதனே மோதக பிரியனே கௌரி சுதனே, ஆதிதேவருடன் நின்னருள் இல்லையோ, ஆதிதேவருடன் நின்னருள் இல்லையோ, അടുത്തതായി ചെയ്യുന്നത് തോടയമാണ്. അപ്പോൾ തോടയത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളൊന്ന് നമുക്ക് കണ്ടു നോക്കാം. തത്തോടകതാം താം തം ദിം 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 തകതോടങ്ക തക്കുത്താം തേ തത്തോടകതാം താം താം തം ദിം 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 തകതോടങ്ക തക്കുത്താം തേ തത്തോടകതാം താം താം തം ദിം 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 തകതോടങ്ക തക്കുത്താം തേ ദിഗുദഗ ദിഗുദോ ഹസ്തങ്ക, ദിഗുദഗ ദിഗുദോ ഹസ്തങ്ക, തൊക്കുതോ തത്തക്കിണ്ണ തുകുതോ തകതാം തോന്തി, ഓതത്തക്കിണ്ണ തുകുതോ തകതാം തോന്തി, താം 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 ദിം 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 തകതോടങ്ക തക്കുത്താം തേ ദിത്തിത്തൈ ുത്തിത്തക്കതിതക്കത്തം തതികിണതുണ്ടകതിത്തിത്തൈ ഋത്തിത്തക്കതിതക്കത്തം ദിഗുദഗദിഗുദഗദിഗുദഗദിഗുദഗദിഗുദഗദിഗുദഗതലം മങ്കയർക്കരശേ വളർവ കൊൺപാവൈ വരവള കൈവള மங்கையர்கரசே வளர்வ கொள்பாவை வரிவள അടുത്തതായി കുഴലൂതി മനമെല്ലാം എന്നൊരു ഡാൻസാണ് ചെയ്യുന്നത്. കൃഷ്ണന്റെ പാട്ടാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടു നോക്കാം. കുഴലൂതി മനമെല്ലാം കൊള്ളை കൊണ്ട പിന്നും കുറയേതും എനിക്കേതടി സഖിയേ, കുഴലൂതി മനമെല്ലാം കൊள்ளை கொண்ட பின்னும் குறையேதும் எனக்கேதடி சகியே குழலூ
കുഴലൂതി മനമെല്ലാം കൊള്ളை കൊണ്ട പിന്നും കുറയേതും എനക്കേറടി സഖിയെ അഴകാന മയിലാടവും അകമകിழ்ந்திളകും நிலவொளி தனிலே தன்னை மறந்து கொள்ளினம் கூட அசைந்தாடி மிக இசைந்தோடி வரும் நலம் காண ஒரு மனர குண்டலமாடவும் கண்ணன் மகர குண்டலமாடவும் அதற்கேற்ப மகுடம் கோழி வீசவும் അടുത്തതായി കളിക്കുന്നത് ദുർഗേ ദുർഗേ എന്ന് തുടങ്ങുന്ന ഒരു ഡാൻസ് ആണ്. അപ്പോൾ ഇതാണ് അവസാനമായി കളിക്കുന്നത്. ആകെ 4 ഡാൻസുകളാണ് ചെയ്യുന്നത്. പാരെങ്കും പോற்றிടും പരാശക്തിയേ പാരെങ്കും പോற்றிടും പരാശക്തിയേ ചണ്ഡ മുണ്ടനെ സംഹാരം ചെയ്ത ചാമുണ്ടേശ്വരിയേ ചണ്ഡ മുണ്ടനെ സംഹാരം ചെയ്ത ചാമുണ്ടേശ്വരിയേ ദുർഗേ ദുർഗേ ജയ ജയ ദുർഗേ 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 ജയ ജയ ദുർഗേ അല്ലും പകലും ഉന്നമം പാടി അല്ലും പകലും ഉന്നമം പാടി അൻറിനോർകളെ ആദരിപ്പായമ്മ അൻറിനോർകളെ ആദരിപ്പായമ്മ ആയിരം കൺകൾ ഉടയവളേ ആയിരം കൺകൾ ഉടയവളേ ആയിരം നാമങ്ങൾ കൊണ്ടവളേ ആയിരം നാമങ്ങൾ കൊണ്ടവളേ ദുർഗേ 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 നമുക്ക് നിമിഷയുടെ പേരൻസിനോടും ഹസ്ബൻഡിനോടൊക്കെ നിമിഷ ചെയ്തത് ഇഷ്ടമായോ എന്നുള്ള കാര്യം ചോദിച്ചു നോക്കാം. നമ്മളിപ്പോ ഉള്ളത് നിമിഷയുടെ അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ കൂടെ ഉള്ളത്. അപ്പൊ നമുക്ക് അവരോട് നിമിഷ കളിച്ചത് അവർക്കൊക്കെ ഇഷ്ടമായോ എന്നുള്ളൊരു കാര്യം നമുക്ക് ചോദിച്ചു നോക്കാം. അമ്മയുടെ പേര് പത്മിനി. കളിച്ച എങ്ങനെ ഇഷ്ടപ്പെട്ട? ഓ ഇഷ്ടപ്പെട്ടു. നന്നായിട്ട് കളിച്ചോ? നന്നായിട്ട് കളിച്ചു. കോസ്റ്റ്യൂം എല്ലാം ഇഷ്ടപ്പെട്ടു? എല്ലാം ഇഷ്ടപ്പെട്ടു. എന്റെ വളരെ കാലത്ത് ആഗ്രഹം ഇങ്ങനെ ഒരു പരിപാടി ഗുരുവായൂർ ചെയ്യാൻ മുന്നേ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ. അച്ഛന്റെ പേര് പുരുഷോത്തമൻ എന്നാണ്. കളിച്ചത് ഇഷ്ടപ്പെട്ടു. ഇഷ്ടായി. കോസ്റ്റ്യൂം എല്ലാം ഭംഗിയുണ്ട്. എല്ലാതും ഇഷ്ടായി. നിമിഷയുടെ ഹസ്ബൻഡ് പേര് ശ്രീകുമാർ. എങ്ങനെയുണ്ട്? കളിച്ചതൊക്കെ ഇഷ്ടമായോ? ഞങ്ങള് ഇഷ്ടമായി. ഞാനിങ്ങനെ പ്രാക്ടീസ് കണ്ടിട്ടുണ്ടായിരുന്നു. വീട്ടിലൊക്കെ രാവിലെ എഴുന്നേറ്റ് പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ചെയ്യാറുണ്ട്. പറയാച്ച കൊറേ ക്ലാസ്സുകളൊന്നും ചെയ്തിട്ടൊന്നും ഇല്ല. പിന്നെ ഈ കുഞ്ഞുങ്ങളും ട്വിൻസ് ഒക്കെ ആയോണ്ട് ടൈം കിട്ടുന്നില്ല. ഡ്യൂട്ടി ഉണ്ട്, പിന്നെ എല്ലാം അങ്ങനെയായിരുന്നു. പിന്നെ പറയാൻ എന്റെ അടുത്ത് പഠിക്കണേല് ഞാന് സ്റ്റെപ്പ് പഠിപ്പിക്കാതെ നേരിട്ട് ഐറ്റം പഠിച്ച നിമിഷ ചെറുപ്പത്തിൽ അരങ്ങേറ്റം കഴിഞ്ഞിട്ടുണ്ട് പറഞ്ഞുകൊണ്ട് നമ്മള് നേരിട്ട് ഐറ്റായിട്ട് എടുത്ത് പഠിപ്പിച്ച് തുടങ്ങും ചെയ്തത്. അങ്ങനെ ഇഷ്ടായല്ലോ? അമ്മയോ ഇഷ്ടായോ? നന്നായിട്ടുണ്ട്. ഇഷ്ടായി. അല്ല അത് കളറ് നിമിഷം
നമുക്ക് ഇഷ്ടമുള്ളത് നമ്മളങ്ങനെ നോക്കിയിട്ട് അപ്പൊ നന്നായിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ വരാത്തൊരു കളറാണ്. പൊതുവെ എല്ലാവരും മഞ്ഞയിലോട്ടാ പോവാറ്. അത് വെച്ച് നോക്കുമ്പോ കളറും മാറ്റുണ്ട്. നിതിഷ എങ്ങനെയാ ചേച്ചി കളിച്ചതൊക്കെ ഇഷ്ടമായോ? അടിപൊളിയായിരുന്നു. ചേച്ചിയുടെ ഒരുപാട് നാളത്തെ ആഗ്രഹം സാധിച്ചത്. അതിൽ ഒരുപാട് സന്തോഷം എനിക്കുണ്ട്. എന്താ പറയുന്ന വെച്ചാല് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം ഈ 2 ബേബീസിനെ വെച്ചിട്ട് ഡ്യൂട്ടി, അതിനിടക്ക് വീട്ടിലെ കാര്യങ്ങള്, അതിനിടക്ക് ഇവളിത് ചെയ്തെന്ന് പറയുന്നത് സത്യം പറഞ്ഞാല് നമുക്ക് ചിന്തിക്കുന്നതിലപ്പുറമാണ്. ടീച്ചറെ ഒരു ഇതുകൊണ്ട് ഒരുപാട് നന്ദി. ഈ ഒരു സ്റ്റേജിൽ എത്തിക്കാൻ ചേച്ചീനെ ഹെൽപ്പ് ചെയ്തതിന് ഒരുപാട് നന്ദി അറിയിക്കും. അല്ല എന്തായാലും ഭഗവാന്റെ മുന്നിൽ കളിക്കണം അതൊരു വലിയൊരു ആഗ്രഹമാണ്. കാരണം കൃഷ്ണന്റെ മുന്നിലൊക്കെ സ്റ്റേജിൽ ചെയ്യാന്ന് പറയുന്നത് വലിയൊരു കാര്യം. പേടിയായിരുന്നു സ്റ്റേജിൽ കയറി എങ്ങനെയായിരിക്കും. കാരണം ഓൺലൈനിൽ പഠിച്ചതാണ്, നേരിട്ട് കണ്ടിട്ടില്ല. അതുകൊണ്ട് ഭയങ്കര പേടിയായിരുന്നു. പക്ഷെങ്കിൽ കളിച്ചു കഴിഞ്ഞപ്പോ ഒരുപാട് നാള് പഠിച്ച് ഇതായ ആൾക്കാർ കളിക്കുന്ന അതേ ഒരു ഫീൽ ആയിരുന്നു. ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ഉണ്ട്. അത് നമ്മൾ കുറച്ച് പെട്ടെന്ന് പഠിച്ചെടുത്തതിന്റെ ചെറിയതായിട്ടുള്ള തെറ്റുകൾ ഉണ്ട്. എന്നാലും നമുക്ക് എപ്പോഴും ഒരു പുതിയൊരു കുട്ടി സ്റ്റേജിൽ കയറുമ്പോ ആദ്യമായിട്ട് കളിക്കുന്നതിന്റെ അതിന് കുഴപ്പമില്ല, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ് മനസ്സിന് സന്തോഷമുണ്ടോ കളിച്ചതില്? ഒരുപാട് സന്തോഷം. ഞാൻ മുന്നേ ഡാൻസ് ഒരുപാട് കളിച്ചിട്ടുണ്ടെങ്കിലും ഗുരുവായൂര് ചെയ്യണം എന്ന് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. അത് നമ്മൾ പറയില്ലേ, നമ്മൾ ചിലപ്പോൾ മറന്നാലും ഭഗവാൻ ഒരിക്കലും മറക്കില്ല എന്ന്. അത് ചില ആഗ്രഹങ്ങള് അതുപോലെ എനിക്ക് തോന്നിയത്. അപ്പോൾ ഈ ഒരു ആഗ്രഹം സാധിച്ചതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം. ഗുരുവായൂരപ്പനോട് എത്ര നന്ദി പറഞ്ഞാലും, അതുപോലെ തന്നെ ടീച്ചറിനോടും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അതുപോലെ കൂടെ നിന്ന ചേട്ടനും, അതുപോലെ എല്ലാവർക്കും മേക്കപ്പ് ചെയ്ത ചേട്ടനും എല്ലാവർക്കും, കൂടെ നിന്ന് എല്ലാവർക്കും 1000 നന്ദി. ഒത്തിരി സന്തോഷം. എനിക്ക് നന്നായി കളിക്കാൻ പറ്റി എന്ന് തോന്നുന്നു. പിന്നെ എന്താ പറയാ, എനിക്ക് പറയാൻ വാക്കുകളൊന്നും കിട്ടുന്നില്ല. ഒരുപാട് സന്തോഷം. താങ്ക് യു. നമ്മള് എല്ലാ പ്രാവശ്യവും നമ്മുടെ അരങ്ങേറ്റത്തിൽ ഒരു കുഞ്ഞൊരു കൃഷ്ണനെ വാങ്ങിക്കാറുണ്ട്. നമുക്ക് ഈ പ്രാവശ്യവും ആ ഒരു കൃഷ്ണനെ വാങ്ങിയിട്ട് വരാം. അപ്പോൾ ഇതാണ് നമ്മൾ ഈ പ്രാവശ്യം വാങ്ങിച്ച ഒരു കുഞ്ഞി കൃഷ്ണൻ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായല്ലോ. എല്ലാവർക്കും നിമിഷ കളിച്ചത് ഇഷ്ടമായി എന്നാണ് പറഞ്ഞത്. നിമിഷ എൻ്റെ അടുത്ത്, കാരണം നിമിഷയുടെ അരങ്ങേറ്റം ചെറുപ്പത്തിൽ കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഭഗവാന്റെ മുന്നിലൊന്ന് അരങ്ങേറണം എന്നുള്ളൊരു മോഹം കൊണ്ട് എൻ്റെ അടുത്ത് ക്ലാസ്സിന് ജോയിൻ ചെയ്താണ്. അപ്പോൾ ഞാൻ നേരിട്ട് ഐറ്റങ്ങൾ പഠിപ്പിച്ചിട്ടായിരുന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു 4 ഐറ്റമൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ 4ൽ കൂടുതൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പഠിച്ചപ്പോൾ നിമിഷം നാട്ടിലോട്ട് വരുന്നതുകൊണ്ട് അരങ്ങേറ്റം ചെയ്യാം എന്നങ്ങനെ തീരുമാനമായതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ ചാനൽ ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ലൈക്ക് ചെയ്യുക, അതേപോലെ കമന്റും ചെയ്യുക. നമ്മുടെ നിമിഷയുടെ അരങ്ങേറ്റൊക്കെ കഴിഞ്ഞു. ഇനി എന്താ പറയാ, ഇനി കാണാനുള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പറയാ. ഇനിയും പഠിക്കാൻ പറ്റട്ടെ. അതുപോലെ അൻകുട്ടിക്കും താങ്ക് യു. അൻകുട്ടി ഒത്തിരി ഹെൽപ്പ് ചെയ്തു. കൊറേ പോസുകളൊക്കെ കാണിച്ചു തന്നു. കൊറേ സമയം കൂടെ തന്നെ നിന്നു. താങ്ക് യു. മാമിനും അതുപോലെ ചേട്ടനും ഒത്തിരി താങ്ക്സ്. ഇനിയും ഇതുപോലെ ഒരുപാട് വേദികളിൽ നൃത്തം ചെയ്യാനുള്ള അവസരം ഉണ്ടാവട്ടെ. ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.